ഞാൻ പോ ഞാൻ എന്നെ കാത്തിരിക്കണം ഇവിടെ. ഞാനും മോനെ കടയിൽ പോയതാണ്. ഇമ്മ പറഞ്ഞ് രാവിലെ 2 സാധനം വാങ്ങാൻ. അപ്പൊ രാവിലെ ചെന്നപ്പോ സാധനം കിട്ടി, ഒന്ന് കിട്ടിയില്ല. ഒരു സാധനം കൊണ്ടുനടത്തുമ്പോ ഇമ്മപ്പൊ മോനെ ഇന്ന ഈ നട്ടുച്ചക്ക് പിന്നെയും മണ്ടിച്ച് ഈ വെയിലത്ത് ജയിലാണ്ട് പോവും. പറഞ്ഞിട്ട് കാലര അമ്മക്ക് ഇപ്പൊ ആവശ്യം അത്ര അരിയിലിടാൻ അത്ര അമ്മ പറഞ്ഞത് ചെമ്പും വാങ്ങാൻ പറഞ്ഞു. അപ്പൊ അവിടുന്ന് ചോദിച്ചപ്പോ കടക്കാരൻ മല്ലി തന്നു. മല്ലിയാ തന്നത്, ചെമ്പ് അവിടെ അത്ര ചെമ്പോ. ഉമ്മക്ക് കറിയിലിടാന് പറഞ്ഞു. മല്ലിച്ചപ്പ മല്ലിച്ചപ്പാണല്ലേ. ഇത് ഇമ്മ ഇന്നെ കൊറേ ചീത്ത പറഞ്ഞു. കറിയിലാരും ചെമ്പ് ഇട്ടോടാന്ന് പറഞ്ഞിട്ട് ഞാന് മല്ലി മേടിച്ചോണ്ട് ഇപ്പൊ പറഞ്ഞു എന്തായാലും മല്ലി പറയാന്നുവെച്ചുള്ള എനിക്ക് ചെമ്പ് മല്ലിച്ചപ്പ് എന്ന് പറയാൻ മല്ലിയും ചെമ്പെന്ന് ഞാൻ കേട്ടത്. മല്ലിയും ചെമ്പ് അത്ര ഇതിപ്പോ ചെമ്പ് കറക്കാരൻ പറഞ്ഞു ഇവിടെ ചെമ്പില്ല പറഞ്ഞു. അപ്പൊ മല്ലി കൊണ്ടപ്പോ അമ്മ പറഞ്ഞു ഇതല്ലടാ മല്ലിച്ചപ്പ അഞ്ചി പറഞ്ഞ സാധനമാണ്. എന്നോട് പറയാ ഞാൻ ഇപ്പൊ കടയൊക്കെ പോയതാണ്. ഉച്ചക്ക് പോയപ്പോ കടക്കാരൻ പൂട്ടി പോയിക്കണ്. നോമ്പൊക്കെല്ലേ അപ്പൊ നിസ്കരിക്കാനൊക്കെ പോയതാവൂലേ. ഞാനിത് കൊറേ കാത്തുനിന്ന് അവിടെ വരുവോ വെച്ചിട്ട് എന്നോട് പറയാ എന്റെ കാര്യം അങ്ങ് മുള്ളൂത്തും ചെയ്ത് ഞാൻ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലടാ. ചെരുപ്പ് ഇടുകയൊക്കെ ചെയ്യൂ. വിരുന്ന് പോകുമ്പോ ഉണ്ട് അല്ലെങ്കിൽ മോശമല്ല. ആൾക്കാര് പറയില്ലേ വിരുന്ന് പോകുമ്പോ ചെരുപ്പ് ഇട്ടിട്ടില്ലെങ്കില്. അങ്ങനെ ഞാൻ മോനെ കൊറേ കാത്തുന്ന കടക്കാരൻ വന്നിട്ടില്ല. എന്നോട് പറയാൻ ഇപ്പോഴും വന്നതാ ഞാൻ. അല്ല ഉമ്മനോട് കാണാലോ. ഉമ്മ വരൊക്കെ നിന്നാ അന്നമ്മ എവിടേക്കും പോയിട്ടുണ്ടാവുന്ന കുറച്ചേരം വർത്താനം പറയാ. അല്ലെങ്കിൽ അമ്മ വന്നിട്ടെങ്കിലേ കൊണ്ടിരിക്കും. ഉമ്മാക്കിപ്പോ ഒരു ആശ്വാസമായിക്കണ്. ഇപ്പം വല്യമ്മ പോയല്ലോ. ആ ലിങ്ക് ഒന്നും ഇപ്പൊ ഇല്ലത്രേ. ലിങ്ക് എന്താണ് റേഷൻ കാർഡിൽ അതൊന്നും ഇപ്പൊ ഇല്ലത്രേ. പേര് ഇതിലുണ്ടോന്നുള്ള കാർഡില് അതിപ്പോ ഇല്ലാത്ത കാരണം വല്യമ്മ പറഞ്ഞു. ഉമ്മ അതെ വല്യമ്മാട് പറഞ്ഞു ഉമ്മ മുട്ടുകാലോണ്ട് വെച്ചാ ഇമ്മ ഏതാ വളവത്തി വല്യമ്മ ഇവിടെ നിക്കണേന് അമ്മാന്റെ സൂത്രാണത്. പറഞ്ഞു പിന്നെ വല്യമ്മ പോവാണെങ്കിൽ പോയിക്കോട്ടെ നമുക്ക് ഞാൻ ലിങ്ക് തുടങ്ങണ അന്ന് കുറിച്ചോണ്ടിരാന്ന്. എന്നാന്ന് അറിയില്ലല്ലോ. എന്റെ ഉമ്മാനെ പറഞ്ഞു കാലേ നോമ്പൊക്കെ അല്ലേ ഇമ്മാക്ക് നബിസാക്കാർക്ക് പോവില്ലാന്ന് പറഞ്ഞതാണ്. അപ്പൊ ഓര് പറഞ്ഞു രാവിലെ 1:30 ഇങ്ങനെ വന്നൊന്ന് വരീന്ന്. അപ്പൊ ഈ വല്യമാനോടെ അപ്പൊ ഉമ്മ ഇന്നോട് നോക്കാൻ പറഞ്ഞു. നോക്കാൻ പറ്റും വല്യമാനെ. ഞാനിങ്ങനൊക്കെ നടക്കണല്ലേ. എല്ലാ കുഞ്ഞാപ്പോ എവിടേക്ക് ഇങ്ങനെ നടക്കുന്ന ആളല്ലേ എന്നാ പറഞ്ഞത്. പൊട്ട 27,000 ആവൂലേ അന്ന് സക്കാത്തിന് പോണ്ടേ. അങ്ങനെ ഇമ്മാക്കാണെങ്കിൽ നബിസാക്കാർക്കും പോണോ അന്നൊക്കെ എന്തെങ്കിലും കൊടുക്കുവേ. അപ്പൊ ഞാനും പോവൂ. എന്നോട് പറയാം ഞാൻ രാവിലെ പോയില്ലെങ്കിൽ പിന്നെ വൈകുന്നേരല്ലേ വരിക. വല്യമ്മ നോക്കാൻ ആള് വേണ്ടേ. പാവല്ലേ വല്യമ്മ ഒറ്റക്ക് ഇങ്ങനെ നിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് വല്യമ്മാനെ ഞങ്ങള് കൊണ്ടാക്കിയാണ്. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ലട്ടാ. 27,000 നടന്നിട്ട് പൈസ ഒക്കെ കിട്ടിയാല് ഡ്രസ്സൊക്കെ എടുത്താ ഇല്ല. ഡ്രസ്സൊന്നും കുപ്പായൊന്നും എടുത്തിട്ടില്ല. 27,000 ഒന്ന് കിട്ടും. പിന്നെ നമ്മളിവിടുത്തെ കുറച്ച് ആൾക്കാര് തരൂട്ടാ. നല്ല ആൾക്കാര് എല്ലായിടത്തും കിട്ടും. അനക്കിപ്പോ അതിന്റെ ആവശ്യം ഉണ്ടാ? അനക്കാണെങ്കിൽ വേറെ ചെലവൊന്നും ഇല്ലല്ലോ. ഉമ്മ കൊണ്ടിരുന്ന ഇരുന്ന് തിന്നണ. ആവശ്യമൊക്കെ ഉണ്ട്. പടക്കൊക്കെ വാങ്ങാലോ. പൊട്ടാ കുതിരിയൊക്കെ മേടിക്കണ്ടേ. എന്താണ് പെരുന്നാക്ക്. പെരുന്നാക്ക് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ നാളെ അവിടുത്തെ വേലക്ക് പോയി വിചാരിച്ചു. അപ്പൊ അങ്ങനെ വാങ്ങണം. പിന്നെ എന്താണ് പിന്നെ കൊറേ ഇങ്ങനെ കുപ്പായൊക്കെ എടുക്കണ്ടേ. എന്നിട്ടല്ലേ മൂത്താപ്പാന്റെ പാടം എന്താണ് ഇപ്പൊ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മൂത്താപ്പാക്ക് ഇപ്പൊ സുഖറൊക്കെ മാറിക്കണ്. ഞങ്ങളിപ്പൊ പോവാൻ എന്താ വെച്ചാണ്ട ഞാൻ തീരെ പോവാത്ത എന്താ വെച്ചാണ്ട നോമ്പല്ലേ കാലം. അപ്പൊ ഇനി ഓരോ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അല്ല മൂത്താപ്പ ഞാൻ ചെന്ന് കിട്ടാൻ കാത്തുക്കോ ഇങ്ങോട്ട് വരാന്. എന്നോട് ആരാ പറഞ്ഞു? അമ്മ പറഞ്ഞിണ്ടാവൂലേ. മൂത്താപ്പ എന്നാള് പറഞ്ഞിട്ടേ എന്താണ് ബീബുവിന്റെ 4 ദിവസമായി നിക്കണം. ഞങ്ങളോട് അവിടുത്തെ താത്ത പറഞ്ഞ കൂടെ വരുമ്പോളെ ഉമ്മാനെ കണ്ടപ്പോ പറഞ്ഞു. ഇമ്മ ചോദിച്ചു എന്താ മൂത്താപ്പാന്റെ കാക്കാന്റെ പാടൊക്കെ എന്താന്ന് വെച്ചുമ്പോ കാക്കാക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു കൊണ്ടുവരുന്നൊന്നും കുഴപ്പമില്ല കുഞ്ഞാപ്പോ. നമ്മളെ തന്നെ തട്ടിമുട്ടിലൊക്കെ ഇത് പോണത്.
വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷാട്ടാ. അപ്പൊ പോത്തർച്ചൊക്കെ ഉമ്മ മേടിച്ചെടുക്കണ്ടേ, അതൊക്കെ തിന്നാലോ. അപ്പൊ ഉമ്മ പറഞ്ഞു എന്തായാലും നോമ്പും പെരുന്നാളൊക്കെ കഴിയട്ടെ നമുക്ക് അങ്ങോട്ട് പോയി മുത്താപ്പാനെ കാണാന്ന് അങ്ങനെ പറഞ്ഞു. ആ ശരി. വേറെന്താ വേറൊന്നുമില്ല. എന്നാ ഞാൻ പോട്ടടാ, വിളിക്ക് വരുന്നെങ്കിലോ. ഞാൻ വരുന്നില്ല. മല്ലിച്ചപ്പ് പണ്ടാറ് മല്ലിച്ചപ്പില്ലേ, അത് വാങ്ങണം. കുറച്ച് കഴിഞ്ഞാലേ വെയിലൊക്കെ അറിയാറല്ലേ. എന്നാ ഞാന് കുറച്ച് എടുക്കട്ടെ. എന്നാ പോയിക്കോ, ഞാനും പോകണേ. ആയിക്കോട്ടെ.